ഇതാണ് ഭായി നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ കേട്ടോ. ഇപ്പോൾ ഓരോന്ന് ഇളക്കി കഴിഞ്ഞു, ഇളക്കി ഓരോന്നായിട്ട് നോക്കുകയാണ്, ചെക്ക് ചെയ്ത് നോക്കുകയാണ്. നമസ്കാരം, AK റൈഡർ 70 ചാനലാണ്. നമ്മുടെ ഈ വണ്ടി കുറച്ച് പണിക്കാണ് വന്നിരുന്നത്. അപ്പോൾ വണ്ടി ഏകദേശം പണി ക്ലിയറായി. ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് ഇതിൻ്റെ ആംബിയർ മീറ്റർ ഫിറ്റ് ചെയ്യണം. ആംബിയർ മീറ്റർ കംപ്ലൈൻ്റ് ആയിരുന്നു, അതിന് ഫിറ്റ് ചെയ്യണം. ഇതിൽ ചെയ്തതെന്ന് വെച്ചാൽ ഇത് പുതിയ ടാങ്കാണ്. ഇതിൻ്റെ പഴയ ടാങ്ക് നല്ല റസ്റ്റായിരുന്നു, തുരുമ്പായുണ്ട്. അതുകൊണ്ട് പുതിയ ടാങ്ക് ഫിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ക്ലൈൻ്റാണ് കൊണ്ടുവന്നത്. വില എത്രയാണെന്നറിയില്ല. ഒരു ടാങ്കിൽ വരുന്ന ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഴയ മോഡൽ ടാങ്കാണ്. പഴയ മോഡൽ ടാങ്കിന് ഇത് ഇവിടെയാണ് എൻ്റെ നെട്ടും ബോൾട്ടും വരുന്നത്. ഇവിടെയും ഒന്ന് വരും, ഈ ഭാഗത്തും നെറ്റ് ബോൾട്ട് വരും. നമ്മുടെ പുതിയ മോഡലിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാത്രം അകത്ത് 2 10-ൻ്റെ ബോൾട്ടാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഈ മോഡൽ പഴയ മോഡലിനൊക്കെ നമ്മളിപ്പോൾ വാങ്ങുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ മോഡലിൽ ടാങ്ക് നമ്മൾ നോക്കി ബ്ലാക്ക് കളറിൽ നോക്കി വാങ്ങിക്കുമ്പോൾ ഇതൊന്നും നമ്മൾ ശ്രദ്ധിച്ചോളണം കേട്ടോ. BS3 അതിന് മുമ്പേ ഉള്ളതൊക്കെ ഈ കണ്ടീഷനിലാണ് വരുന്നത്. താഴെ ഹോളൊന്നും കാണില്ല. പെട്രോൾ ഗ്യാപ്പിന് ഈ വ്യത്യാസം വരും. പെട്രോൾ അടപ്പ് തുറക്കാനും അടയ്ക്കാനും ഇങ്ങനെ നമ്മൾ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും തിരിച്ചാണ് എടുക്കാനുള്ളത്. നമ്മൾ സാധാരണ അതിൽ അങ്ങനെയല്ല. നമ്മുടെ പുതിയ മോഡൽ വണ്ടിക്കൊക്കെ പെട്രോൾ അടപ്പ് ഇവിടെ നിന്ന് തുറക്കുമ്പോഴത്തേക്ക് നേരെ ഇങ്ങനെ ഇത് നമുക്ക് മേൽപോട്ട് എടുക്കാൻ പറ്റും. 2 ബോൾട്ട് മാത്രമേ വരൂ. ഈ ടാങ്കിന് നമ്മൾ നേരെ കയറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതല്ല, ഇത് ഇവിടെ ഈ ബോൾട്ട് ഇവിടെ വരും, ഒരു ബോൾട്ട് ഇവിടെ വരും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബോൾട്ട് ഇവിടെയും വരും കേട്ടോ. ഇതാണ് ഇത് തങ്ങളുള്ള പുതിയതും പഴയതും തങ്ങളുള്ള ടാങ്കിൻ്റെ വ്യത്യാസം. പിന്നെ കാർബേറ്റർ, ഇത് E20യുടെ കാർബേറ്ററാണ്. ഇതിന് 3040 രൂപയാണ് കാർബേറ്ററിൻ്റെ വില. 3000 പിന്നെ ഇതിന് ഷോക്ക് അബ്സർ ചേഞ്ച് ഉണ്ടായിരുന്നു 2 സൈഡിൽ കേട്ടോ. ഇത് വണ്ടിയുടെ പഴയ ലുക്ക് ഞാൻ കാണിക്കാം. ഇതാണ് ഭായി നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ കേട്ടോ. ഇപ്പോൾ ഓരോന്ന് ഇളക്കി കഴിഞ്ഞു, ഇളക്കി ഓരോന്നായിട്ട് നോക്കുകയാണ്, ചെക്ക് ചെയ്ത് നോക്കുകയാണ്. പിന്നെ ആക്സിലേറ്റർ കേബിള് മാറണം കേട്ടോ. ആക്സിലേറ്റർ കേബിൾ ജാമാണ്. ആക്സിലേറ്റർ കേബിളാണ്. ന്യൂട്രൽ ലൈറ്റ് ഇതിൻ്റെ ഇത് വർക്കാവുന്നില്ല. ബൾബ് നോക്കിയപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് ന്യൂട്രൽ ലൈറ്റ് ഇപ്പം തൽക്കാലം കത്തുന്നില്ലല്ലോ. പിന്നെ ഏതാണ്ട് ഈ ബ്രീത്തർ പൈപ്പ് വേണ്ട കാണുന്നത് അറിയുന്നുണ്ടോ, ഇത് പൊത്താണ് ഇരിക്കുന്നത്. അപ്പോൾ എഞ്ചിനകത്തു നിന്നുള്ള ഇത് എയർ ഇവിടെ നിന്ന് നേരെ വെളിയിൽ വരും. അപ്പോൾ ഒരു പൈപ്പ് മാറണം. പിന്നെ ഷോക്ക് അബ്സറിൻ്റെ കണ്ടീഷൻ മാറിയാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഫോർക്കിൻ്റെത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാങ്ക് കാർബറേറ്ററെല്ലാം ഇളക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ചെറിയ നോക്കുമ്പോഴത്തേക്ക് അല്ലറ ചില്ലറ വേറെ കാര്യങ്ങളുണ്ട്. അതും കൂടെയൊക്കെ ചെയ്തു പോകുന്ന ഇൻഡിക്കേറ്ററും മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വേറെ പണികളുണ്ടായിരുന്നു, അല്ലറ ചില്ലറ പണികളുണ്ട്. ചെയിനൊക്കെ നന്നായിട്ട് ലൂബ് ചെയ്തു. താഴെ കിടക്കുന്ന വാഷ് ചെയ്തിട്ട് ലൂബ് ചെയ്തേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഇതിൻ്റെ കോണും ബോളും മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഫോർക്ക് സീല് മാറിയിട്ടുണ്ട്. അങ്ങനെ മെയിനായിട്ടും ഈ ലുക്കിൽ വണ്ടിയുണ്ട് ഇപ്പോൾ തൽക്കാലം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ വണ്ടിയുടെ കണ്ടീഷൻ. ഇനി നമുക്കിതിനെ ആംബിയർ ഫിറ്റ് ചെയ്യണം. ആംബിയർ റോയൽ എൻഫീൽഡിൻ്റെ ആണ്, ജെന്യൂൻ പാർട്സാണ്. ഇതിൽ 4 പിന്നാണ് വരുന്നത് കേട്ടോ. ഇതിൽ 4 പിന്നുള്ള ഷോക്കറ്റാണ് ആംബിയർ മീറ്ററിൽ വരുന്നത്. അതിൽ 2 ഇതിൽ വരുന്ന ആഷ് കളറും ബ്ലാക്കും പോകുന്ന വയർ പാർക്കിലാണ് പോകുന്നത്. ഈ റെഡ് വരുന്നത് ബാറ്ററിയിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് കണക്ഷനാണ്. ഈ യെല്ലോ ആൻഡ് റെഡ് വരുന്നത് നമ്മുടെ റെക്ടിഫൈഡിൽ നിന്ന് വരുന്നതാണ്. ചാർജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചാർജ് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ചാർജ് നമുക്കിത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ചാർജ് നമുക്ക് നോക്കാം. ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മളിതിൽ കുറച്ച് ഗ്രീസ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ റബ്ബറിൻ്റെ ഒരു ഓറൻ കാണും കേട്ടോ. റബ്ബറിൻ്റെ ആണ് ഒരു ഓറൻ കാണും. വാഷർ, വലിയൊരു വാഷറാണ്. നമ്മളിത് സ്ട്രൈറ്റ് ആയിട്ട് ഇടുക. ഇട്ടതിന് ശേഷം നേരെ പ്രസ് ചെയ്ത് കൊടുത്താൽ സ്ട്രൈറ്റ് ആവണമെന്ന് നോക്കിക്കൊള്ളണം കേട്ടോ. ചെറിയ വീഡിയോ ആണ്, പക്ഷേ ആംബിയറിൻ്റെ വീഡിയോ ആണ്. ഇത് നെഗറ്റീവിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കണക്ഷൻ ഇവിടെ കൊടുക്കുക. എന്താ
പക്ഷെ കപ്ലർ കറക്റ്റ് കപ്ലറായിരിക്കും. നേരെ കണക്ഷൻ ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ നേരെ അകത്തോട്ട് വയ്ക്കാം. പഴയ മീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ, അത് പഴയ മീറ്റർ നന്നായിട്ട് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ്, അത് കംപ്ലൈൻറ്റ് വർക്ക് ആവാത്തതുകൊണ്ടാണ് നമ്മൾ പുതിയ മീറ്റർ ആഡ് ചെയ്യുന്നത്. ഇഗ്നേഷൻ ഇടുമ്പോൾ ഇതുകൊണ്ടോ ആംബിയറിൻ്റെ നെഗറ്റീവായിട്ടാണ് പോകുന്നത്. ഓണോ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ വർക്കാവുന്നു എന്നുള്ള ഇങ്ങനെ നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ബാറ്ററി ഫുൾ ചാർജാണ്. ബാറ്ററി ഫുൾ ചാർജ് ആയതുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ആ സെൻറ്ററിൽ തന്നെ വരണം. ചാർജ് കുറവാണെന്നുണ്ടെങ്കിൽ നേരെ മേളിലോട്ട് വരും. എത്രത്തോളം ഇത് മേളിലോട്ട് വരും അത്രയും ചാർജ് കുറവാണെന്നാണ് അത് കാണിക്കുന്നത് കേട്ടോ. ചാർജ് കുറയുമ്പോഴത്തേക്കും മീറ്റർ ഇത് താഴോട്ട് മൈനസിലോട്ടും വരും. എല്ലാം കഴിഞ്ഞായിരുന്നു. നല്ല പോളിഷൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്തിട്ടാണ് നമ്മളിപ്പോഴത്തെ വണ്ടിയുടെ ലുക്ക്. മീറ്റർ സൈഡ് കാണിക്കാം. ആംബിയർ മീറ്റർ ആണ് സെറ്റ് കേട്ടോ. എല്ലാം ക്ലിയറായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് നന്നായിട്ട് വാഷിങ് അതിൻ്റെ ബാക്കി എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ലുക്ക് ഏകദേശം ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, താങ്ക് യു.